എന്താ ചേട്ടന് പറ്റിയത്? ചേട്ടനെ എങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ജോക്കറൊക്കെ കണ്ട്. എന്നിട്ട് പിന്നെ ചേട്ടന്റെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഒന്നോ രണ്ടോ പടങ്ങളൊക്കെ വെച്ചാണെങ്കിലും ചെയ്ത് ഞാൻ മുമ്പോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയിരിക്കാത്തതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കുറച്ചൊരു വളരെ നേരത്തെ ഒരു യങ് ഏജിലാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉള്ളൊരു സമയമാണ്. അവരുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ശരിക്കും ഇച്ചിരി ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ സമയത്ത് ഞാൻ ഏറ്റവും നേരിട്ടിരുന്നൊരു ചോദ്യം, പ്രശ്നമായിട്ടാണ് ശരിക്കും എൻ്റെ ലുക്സിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇച്ചിരി ഒരു മലയാളി ലുക്ക് കുറവാണ്, പിന്നെ ഈ ബോഡി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതൊക്കെ ഈ ഹിന്ദി സിനിമയിലൊക്കെയാണ്. അപ്പൊ എനിക്കും സ്വയം അയ്യോ അതുകൊണ്ട് നല്ല അവസരങ്ങൾ വരുന്നത് കുറവായിരിക്കാം ചിന്തകളൊക്കെ ആ സമയത്ത് മനസ്സിൽ വരുമായിരുന്നു.